ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പരിശുദ്ധ റമദാനിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വളരെയേറെ സന്തോഷകരമായ നല്ല ഒരു നിമിഷം 2025 റമദാനിന്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് നമ്മൾ പഠന വിഷയമായി കൊണ്ടുവരുന്നത് നോമ്പിന്റെ കർമ്മശാസ്ത്രമാണ്. വിശാലമായി സംസാരിക്കേണ്ടതാണ്. നമുക്ക് കഴിയാവുന്ന ചെറിയൊരു സമയം ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ബാക്കി വിഷയങ്ങൾ പിന്നീടും പല ഭാഗങ്ങളായി നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. കർമ്മശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഫതുഹുൽ മുഈൻ, ഇആനത്തു ത്വാലിബീൻ ഒക്കെയാണ് പ്രധാനമായി ഇതിൽ നമ്മൾ അവലംബിക്കുന്നത്, ഈ ചർച്ചയ്ക്ക് വേണ്ടി അവലംബിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കിതാബിന്റെയൊക്കെ PDF-കളും മറ്റുമൊക്കെ ടെലഗ്രാമിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. സൗമ് എന്ന പ്രയോഗം വരുന്നത് ഇംസാക്ക് അഥവാ ബ്ലോക്ക് ചെയ്യുക, മൗനം പാലിക്കുക എന്ന ആ ഒരു പദപ്രയോഗത്തിൽ നിന്നാണ് ഇത് വരുന്നത്. മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ ശാന്തമാവുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സാങ്കേതികമായി ഇവിടെ ഉപയോഗിക്കുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സൈലന്റ് ആവുക, നിശബ്ദനാവുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നിർബന്ധമാകുന്നത് ഹിജറയുടെ 2-ാം വർഷമാണ്. നോമ്പ് നിർബന്ധമാകുന്നത് മദീനത്തേക്ക് ഹിജറ വന്നതിന് ശേഷമുള്ള 2-ാം വർഷം ശഅബാനിലാണ് നോമ്പ് നിർബന്ധമായി പ്രഖ്യാപിക്കപ്പെടുന്നത്, നിയമം വരുന്നത്. എന്നാൽ ഈ പറയപ്പെട്ട റമദാനിലെ ഇപ്പോഴുള്ള ഈ രീതിയിലുള്ള നോമ്പ് അത് പരിശുദ്ധ ദീനിൽ അറിയപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിനുള്ളതാണ്, ഈ ഉമ്മത്തിന് പ്രത്യേകമാണ്. എന്നാൽ അത് വിശാലമായി ചർച്ച ചെയ്യണത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സമയം ഉചിതമായി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നോമ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം. നോമ്പ് നിർബന്ധമാണ്, റമദാൻ നോമ്പ് നിർബന്ധമാണ്. അത് റമദാനിൽ പൂർണ്ണമായി നോമ്പ് നോൽക്കണം. അതിൽ റമദാൻ നോമ്പ് നിർബന്ധമാകുന്നത് ആർക്കാണ്? മുക്കല്ലഫായ മനുഷ്യന്, നോമ്പിന് സാധ്യമാകുന്ന മനുഷ്യനാണ് നിർബന്ധമാകുന്നത്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആൾക്കാണ് മുക്കല്ലഫ് എന്ന് പറയുന്നത്. മുത്തീഖുൻ ലഹു, നോമ്പിന് കഴിയുന്നവർ. നോമ്പിന് സാധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ, ഹിസ്സൻ വ ശറഅൻ എന്നാണ് പറയുക. ഒന്ന്, മതപരമായുള്ള കാഴ്ചപ്പാടിൽ, മതപരമായുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് സാധിക്കുക. അതായത് രണ്ടും ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറയുമ്പോൾ നിർബന്ധമാകാതെ വരുന്നതാണ് കുട്ടി, അതുപോലെ ഭ്രാന്തുള്ളവർ. അവരാരല്ല? മുക്കല്ലഫല്ല. അപ്പൊ മുക്കല്ലഫ് ഇല്ലാത്തത് കൊണ്ട് ഇനി ഒരു ഭ്രാന്തുള്ള ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ ശാരീരികമായി കഴിഞ്ഞേക്കാം, പക്ഷെ അദ്ദേഹത്തിന് മുക്കല്ലഫ് എന്ന പൊസിഷൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം നോമ്പ് നോൽക്കേണ്ടതില്ല. ഇനി അല്ലാത്ത ഹിസ്സൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതുകൊണ്ട് അവശനായിപ്പോയി നോമ്പ് നോൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ രോഗം മാറാൻ പ്രതീക്ഷയില്ലാത്ത രോഗം, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അതേ നോമ്പ് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, ഇപ്പൊ ചില പ്രധാന അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവർ നോമ്പ് നിൽക്കാൻ പാടില്ല എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു, വിശ്വസ്തരായ ഡോക്ടർ പറയുന്നു. അത്തരം ഒരു സമയത്ത് അവർക്ക് നോമ്പ് നിർബന്ധമില്ല. പക്ഷെ അവർക്ക് നിർബന്ധമുള്ളത് എന്താണ്? ഓരോ നോമ്പിനും ഒരു മുദ്ദ് കൊടുക്കലാണ് അവർക്ക് നിർബന്ധമുള്ളത്. ഓരോ നോമ്പിനും അവരൊരു മുദ്ദ് കൊടുക്കുകയാണ് അവര് ചെയ്യേണ്ടത്. അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ നോമ്പ് നിർബന്ധമില്ലാത്തവരാണ് ഹായിദ്, നുഫസാ, പ്രസവ രക്തമുള്ളവർ, അതുപോലെ മെൻസസ് രക്തമുള്ളവർ. ഇവർക്ക് നോമ്പ് നിർബന്ധമില്ല. കാരണം അവർക്ക് ശറയിൽ അവർ ഈ വിഷയത്തിന് തക്ലീഫ് ഉള്ളവരല്ല. അപ്പോ ഇനി നോമ്പിന്റെ ഫർളുകൾ അത് ചർച്ചക്ക് കൊണ്ടുവരാം. 2 ഫർളാണുള്ളത്. ഒന്ന് നിയ്യത്ത്, എല്ലാ ദിവസത്തിനു വേണ്ടിയും നിയ്യത്ത് വെക്കുക. ആ നിയ്യത്തിന്റെ രൂപം എന്താണ്? മനസ്സുകൊണ്ട് കരുതുന്നതാണ് നിയ്യത്ത്. നാവ് കൊണ്ട് പറയൽ നിർബന്ധമില്ല. എന്നാലോ
നമ്മൾ പലപ്പോഴും നാവ് കൊണ്ട് ചൊല്ലാറില്ലേ, നവൈതു സോമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല, പൂർണ്ണമായ രൂപം. അങ്ങനെ പറയുന്നത് എന്താണ്? പറയൽ സുന്നത്താണ്, പറയൽ സുന്നത്താണ്. ഇതേസമയം അത്തായം കഴിച്ചു, അതുപോലെ നോമ്പിന് വേണ്ടതൊക്കെ ചെയ്തു, പക്ഷെ നോമ്പ് മനസ്സിൽ കരുതിയിട്ടില്ല എങ്കിൽ മതിയാവോ? ഇല്ല. അത്തായം കഴിച്ചാൽ പോരാ, എന്ത് തന്നെ വേണം, മനസ്സിൽ ഞാൻ നോമ്പ് നോൽക്കുകയാണ് എന്ന് കരുതുക തന്നെ വേണം. ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും, അത്തായം കഴിക്കുന്നത് പണ്ട് തന്നെ നോമ്പ് നോൽക്കാൻ, നോമ്പിന് ആരോഗ്യം കിട്ടാനല്ലേ? പോരാ, നോമ്പ് നോൽക്കുകയാണ് എന്ന് കരുതുക തന്നെ വേണം. അത്തായം കഴിച്ചത് കൊണ്ട് മാത്രം ആയില്ല. അപ്പൊ ഞാൻ നാളെ നോമ്പ് നോൽക്കുകയാണ് എന്ന് കരുതണം. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതിയോ? അതും പോരാ. എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കാൻ കരുതുക തന്നെ വേണം. ഓരോ ദിവസത്തിനും നോമ്പ് നോൽക്കണം. ഫലൗ നവ അവ്വല ലൈലത്തിൻ, ഫതുഹുൽ മുഈനിന്റെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കും. ഫലൗ നവ അവ്വല ലൈലത്തി റമളാന സൗമ ജമീഇഹി, ഒരു ചർച്ചയാണ്. റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ, ഈ റമളാനിൽ എല്ലാ ദിവസത്തേക്കുള്ള നോമ്പ് കരുതിയാൽ അത് മതിയാകൂല. ഒന്നാമത്തെ ദിവസത്തിനേ അത് മതിയാകുള്ളൂ. പക്ഷേ അവിടെ قال شيخنا لكن ينبغي ذلك ليحصل له صوم اليوم الذي نسي النية فيه عند مالك. ഷെയ്ഖുന ചർച്ച ചെയ്തു, അതിൽ പറഞ്ഞു, ഒരാള് ഇങ്ങനെ നിയ്യത്ത് വെക്കുന്നത് നല്ലതാണ്, അത് കൂടുതൽ ഗുണമാണ്, അല്ലെങ്കിൽ അതൊരു ആവശ്യമാണ്. എന്തിനെന്നറിയോ? ഒരു ദിവസം നിയ്യത്ത് മറന്നുപോയി, എന്നാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നോമ്പ് പൂർത്തിയാക്കാം. അങ്ങനെ പൂർത്തിയാക്കിയാൽ പിന്നീട് ഖളാ വീട്ടേണ്ടതുണ്ടോ? ഷാഫി മദ്ഹബുകാരനായ ഒരാൾ മാലിക്കി മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ആ ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയാൽ അദ്ദേഹത്തിന് ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. അപ്പോ അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ, ഇപ്പൊ ഈ ദിവസം രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം ആ ദിവസം ഈ റമളാനിലെ ഇനിയുള്ള എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നു, ഞാൻ കരുതുന്നു, അത് മതി. മനസ്സിൽ അങ്ങനെ കരുതിയാൽ അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ നമ്മൾ പതിവ് പോലെ എല്ലാ ദിവസവും ശഫഈ മദ്ഹബ് അനുസരിച്ച് നിയ്യത്ത് വെക്കുന്നു, എല്ലാ ദിവസവും നോമ്പ് പൂർത്തിയാക്കുന്നു. വല്ല ദിവസവും വല്ല കാരണവശാലും നോമ്പ് നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് മതിയാക്കാം, നമുക്ക് ആദ്യത്തെ ദിവസം ഈ നിയ്യത്ത് വെച്ചത് ഉപയോഗപ്പെടുത്തിയിട്ട് മതിയാക്കാം. അതുപോലെ മറ്റൊരു ചർച്ചയാണ്, ഒരാള് ഒരു ദിവസം നിയ്യത്ത് മറന്നുപോയി, അന്നത്തെ ദിവസം ഉച്ചയുടെ മുമ്പ് അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നു? ഇന്ന് നിയ്യത്ത് വെക്കാൻ മറന്നിട്ടുണ്ട് എന്ന് ഓർമ്മ വന്നു. എന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് വെച്ചിട്ട് ആ നോമ്പ് പൂർത്തിയാക്കാം. അത് ഹനഫി മദ്ഹബാണ്. ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ നോമ്പ് പൂർത്തിയാക്കാം. പക്ഷെ ഇവിടെ ഒരു വിഷയമുള്ളത് എന്താണ്? വാദിഹുൻ അന്ന മഹല്ലഹു ഇൻ ഖല്ലദ, ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തിട്ടാണ് പൂർത്തിയാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, ആ മറന്നുപോയ ദിവസം ഇന്ന് ഞാൻ ഹനഫി മദ്ഹബ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആദ്യം തന്നെ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് നോമ്പ് പൂർത്തിയാക്കുന്നത് എന്ന് കരുതിയാൽ മതിയാകും. അങ്ങനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ ഒരു നോമ്പ് പൂർത്തിയാക്കിയാൽ ആ നോമ്പ് മതി. അദ്ദേഹത്തിന് നോമ്പ് ഖളാ വീട്ടാതെ ഒപ്പിക്കാം. ആ നോമ്പിലെ പരിശുദ്ധ റമദാനിലെ ഒരു ദിവസത്തെ ആ ഒരു നോമ്പ് എന്ന് പറയുന്നത് അല്ലാത്ത കാലത്ത് ഖളാ വീട്ടിയാൽ ഈ മഹത്വമാവുകയില്ല. നോമ്പ് വീടും, അതേസമയത്ത് ഈ റമദാനിന്റെ മഹത്വം കിട്ടുകയില്ല. അതുകൊണ്ട് റമദാനിൽ തന്നെ തന്റെ നോമ്പ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ശൈലി സ്വീകരിക്കാവുന്നതാണ്. ഇനി നോമ്പ് അതിന്റെ നീയത്ത്, അതൊരു ഫർളാണല്ലോ. ഈ ഫർളായ നീയത്ത് പൂർണ്ണമാകണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വശുരിത്തലി ഫർളിഹി തബീത്തുൻ. ഫർളായ നോമ്പിന് വേണ്ടി നിയ്യത്ത് വെക്കുന്ന സമയത്ത് രാത്രിയിൽ എന്തു വേണം? നിയ്യത്ത് വെക്കണം. രാത്രിയിൽ നിയ്യത്ത് വെക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള സമയം നിയ്യത്ത് വെക്കണം. ഇത് എന്താണ്? നിർബന്ധമാണ്, ഷർത്താണ്, നിബന്ധനയാണ്. അത് ഏത് ആളുടെ നിയ്യത്താണെങ്കിലും ആ നിയ്യത്തിൽ ശഫഈ മദ്ഹബ് അനുസരിച്ച് നോമ്പ് പൂർത്തിയാക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി
ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ചർച്ച കാണാം. വലൗ ശക്ക ഹൽ വഖഅത്ത് നിയത്തുഹു ഖബ്ലൽ ഫജ്രി ഔ ബഅദഹു. ഒരാൾ നിയത്ത് വെച്ചു, പക്ഷേ അദ്ദേഹത്തിന് അത് ഫജ്റിന് മുമ്പാണോ ശേഷമാണോ എന്നത് സംശയമാണെങ്കിൽ ആ നിയത്ത് സ്വഹീഹാവുകയില്ല. ലിഅന്നൽ അസ്ല അദമു വുഖൂഇഹാ ലൈലൻ. രാത്രിയിൽ സംഭവിക്കാതിരിക്കുക എന്നതാണ് അവിടെ അസ്ല്. സംഭവിച്ചു എന്ന ഉറപ്പില്ല, സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതുകൊണ്ട് ഉറപ്പ് വേണം. ഇതിൽ അസ്ലു ഫീ കുല്ലി ഹാദിസിൻ തഖ്ദീറുഹു ബി അഖ്റബി സമനിൻ ബിഖിലാഫി മാ ലൗ നവാ സുമ്മ ശക്ക. നേരത്തെ അയാൾ നിയത്ത് വെച്ചു, അങ്ങനെ നിയത്ത് വെച്ചത് പൂർത്തിയായി, അതിനുശേഷം ഹൽ ത്വലഅൽ ഫജ്റു അംല, സൂര്യ ഫജ്റു സ്വാദിഖ് വെളിവായിട്ടുണ്ടോ, അതായത് സുബഹിയുടെ സമയമായിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അവിടെ പ്രശ്നമില്ല. കാരണം നിയത്ത് ആദ്യം സംഭവിച്ചു, അതിന് ശേഷമുള്ള വിഷയത്തിലാണ് സംശയം വന്നത്. അതേസമയം നിയത്ത് വെക്കുമ്പോ തന്നെ ഇതാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ, അതായത് ഫജ്റു സ്വാദിഖിന്റെ മുമ്പായിട്ടുണ്ടോ എന്ന് സംശയമാണെങ്കിൽ അവിടെ പ്രശ്നമാണ്. അതേസമയത്ത് ഇതൊന്നും എവിടെ വരൂല. ഒരാൾ വാങ്ക് കേൾക്കുന്ന ഒരു പശ്ചാത്തലമാണ്, അയാൾ നിയത്ത് വെച്ചതിന് ശേഷം വാങ്ക് കേൾക്കുന്നു, പിന്നെ അവിടെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകണം. ഇനി മറ്റൊരു കാര്യം കൂടെ ചർച്ച ചെയ്യുന്നത്, വലാ യുബ്തുലുഹാനഹു അക്ലും വജിമാഇൻ ബഅദഹ വഖബ്ലൽ ഫജ്രി. ഒരാൾ നിയത്ത് വെച്ചു, നിയത്ത് എപ്പോഴാ വെച്ചത്? തറാവീഹിന് ശേഷം, രാത്രി ഇശാഇന് ശേഷം നിയത്ത് വെച്ചു. അങ്ങനെ അദ്ദേഹം കിടന്നുറങ്ങിയതിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തു, അഥവാ ജിമാഅ് ചെയ്തു. അങ്ങനെ ചെയ്താൽ അതിനുശേഷം ആ നിയത്ത് മുറിഞ്ഞു പോകുമോ? വലാ യുബ്തുലുഹ, ഒരിക്കലും ആ നിയത്തിനെ അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ, നിയത്ത് വെച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന ജിമാഅ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടോ, അതായത് ഫജ്ർ സ്വാദിഖിന്റെ മുമ്പ്, സുബഹിയുടെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അത്തരം കാര്യങ്ങൾ കൊണ്ട് നിയത്ത് മുറിയുന്നതല്ല. പക്ഷേ മറ്റൊരു വിഷയമുണ്ട്. ഒരാൾ ഞാൻ നാളെ നോമ്പ് നോൽക്കുന്നില്ല എന്ന് ആദ്യം നോമ്പ് നോൽക്കാൻ കരുതി, അതിനുശേഷം അദ്ദേഹം ഞാൻ നാളെ നോമ്പ് നോൽക്കുന്നില്ല എന്ന് കരുതി, അപ്പൊ ആ നിയത്തിനെ മുറിച്ചു. അവിടെ എന്ത് ചെയ്യണം? അയാൾ വീണ്ടും നിയത്ത് പുതുക്കണം. കാരണം എന്താ? അയാൾ നിയത്തിനെ അവിടെ മുറിച്ചിട്ടുണ്ട്. ആ വിഷയം ശ്രദ്ധിക്കണം. ഇനി റമദാൻ, ഫർലായ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഏത് നോമ്പാണ് എന്ന് വ്യക്തമാക്കണം. അതായത് റമദാൻ നോമ്പാണോ, നേർച്ചയാക്കിയ വകയിലുള്ള നോമ്പാണോ, കഫാറത്ത് നോമ്പാണോ എന്ന് വ്യക്തമാക്കണം. കഫാറത്ത് നോമ്പുണ്ട്, അത് ശേഷം ഇൻഷാ അല്ലാഹ് സമയം ഒത്തു വന്നത് നമ്മൾ പറയുന്നുണ്ട്. ചില വിഷയങ്ങൾക്കൊക്കെ കഫാറത്തായിട്ട് നോമ്പുണ്ട്. അപ്പൊ നോമ്പ് തന്നെ ജിമാ കൊണ്ട് നോമ്പ് മുറിച്ചാൽ അവിടെ നോമ്പ് കഫാറത്തുണ്ട്, 60 നോമ്പ് കഫാറത്തുണ്ട്. അങ്ങനെ കഫാറത്തിന്റെ നോമ്പുണ്ട്, നേർച്ചയുടെ നോമ്പുണ്ട്. നേർച്ച എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു കാരണത്തിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി നോമ്പ് നേർച്ചയാക്കും, രോഗം മാറാൻ വേണ്ടി നോമ്പ് നേർച്ചയാക്കുന്നു. അങ്ങനെ നേർച്ചയാക്കിയ നോമ്പ്, അപ്പൊ അത് പിന്നെ നിർബന്ധമായി, നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നിർബന്ധമായി. അപ്പൊ റമദാൻ, ഇതൊക്കെ നിർബന്ധമാണ്. ഈ നിർബന്ധമായ നോമ്പിൽ റമദാൻ നോമ്പാണോ, നേർച്ച നോമ്പാണോ, കഫാറത്തിന്റെ നോമ്പാണോ, ഏത് നോമ്പാണെന്ന് പറയണം. അതുകൊണ്ട് നവൈതു സൗമ റമദാൻ എന്ന് നമ്മൾ പറയും. ഓരോ രാത്രിയിലും നാളെ റമദാനിലെ നോമ്പ് നോൽക്കുകയാണ് എന്ന് കരുതണം. നേർച്ചയുടെ നോമ്പ് നോൽക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ നേർച്ചയുടെ നോമ്പാണെന്ന് കരുതണം. കഫാറത്തിന്റെ നോമ്പാണെങ്കിൽ കഫാറത്തിന്റെ നോമ്പാണെന്ന് കരുതണം. കഫാറത്തിന്റെ നോമ്പ് എന്ന് പറയുമ്പോൾ കഫാറത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം. ആ എല്ലാ കാരണങ്ങളും കരുതിക്കൊള്ളണമെന്നില്ല. കഫാറത്ത് എന്നോ അല്ലെങ്കിൽ നേർച്ച എന്നോ അല്ലെങ്കിൽ റമദാനിന്റെ ഫർദ് എന്നോ അങ്ങനെ ഏത് ഫർദാണ് എന്ന് കരുതിയാൽ മതി. ഇനി ഒരാൾ കരുതുകയാണ് എനിക്ക് ഫർദായ നോമ്പ് എന്ന് കരുതുകയാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് ഫർദായ നോമ്പ് ഏതാണോ അത് എന്ന് കരുതുകയാണ്, അത് പോരാ. അതേസമയം ഒരാൾക്ക് 2 റമദാനിലെ നോമ്പുണ്ട്. മൻ അലൈഹി ഖളാഉ റമദാനൈൻ ഔ നദിരിൻ ഔ കഫാറത്തിൻ മിൻ ജിഹാത്തി മുഖ്തലിഫത്തിൻ. ഒരാൾക്ക് 2 റമദാൻ നോമ്പുണ്ട്, അല്ലെങ്കിൽ നേർച്ചയുടെ നോമ്പുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായ കഫാറത്തിന്റെ നോമ്പുകളുണ്ട്. അങ്ങനെയുള്ളയിടത്ത് ലം യുസ്തറത്തി തഈനു ലിത്തിഹാദിൽ ജിൻസി. 2 റമദാനിന്റെ നോമ്പുള്ള എടുത്ത് എന്ത് ചെയ്താൽ മതി? ആ റമദാൻ നോമ്പ്, അതായത് ആ സമയത്തിന്റെ നോമ്പ് എന്ന് കരുതിയാൽ അത് മതിയാകും. കാരണം അതൊന്നാണ്. 2 റമദാൻ, രണ്ടും, അതായത് ഈ റമദാനിന്റെ നോമ്പുണ്ട്, കഴിഞ്ഞ റമദാനിന്റെ നോമ്പുണ്ട്.
അപ്പോ ഈ സമയത്ത് നോമ്പ് എന്ന് കരുതിയാൽ തന്നെ അയാൾക്ക് അത് മതിയാകും. കാരണം ലിത്തിഹാദിൽ ജിൻസി, അവിടെ രണ്ടും ഒരേ വകുപ്പായതുകൊണ്ട്. ഇവിടെ ഫർലായ നോമ്പിലാണ് രാത്രിയിൽ നിയ്യത്ത് വെക്കണമെന്ന് പറഞ്ഞത്. അതേ സ്ഥാനത്ത് സുന്നത്തായ നോമ്പിൽ രാത്രി നിയ്യത്ത് വെക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. അവിടെ ഉച്ചയുടെ മുമ്പ് സുന്നത്ത് വെച്ചാലും എന്ത് ചെയ്യും? ആ നോമ്പ്, ആ നിയ്യത്ത് സ്വഹീഹാകും. ഇനി അത് ഏത് നോമ്പാണെങ്കിലും, നമ്മുടെ ശഅബാൻ 15ന്റെ നോമ്പ്, അല്ലെങ്കിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പ്, അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജിന്റെ അന്നത്തെ റമദാൻ റജബ് 27ന്റെ നോമ്പ്, അങ്ങനെയുള്ള സുന്നത്തായ നോമ്പുകൾ, മുഹറം അശൂറ തസ്വാഇന്റെ നോമ്പ്, അതുപോലെയുള്ള സുന്നത്തായ അറഫയുടെ നോമ്പ് പോലെയുള്ള സുന്നത്തായ സമയം നിശ്ചയിക്കപ്പെട്ട നോമ്പുകളാണെങ്കിൽ പോലും അവിടെ ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതിയാകും. ലിൽ ഖബരി സ്വഹീഹ്, സ്വഹീഹായ ഹദീസാണ് അതിന് തെളിവ്. വബിതഈനി ഫീഹി അൻ-നഫ്ലു അയ്ളൻ, സുന്നത്തായ നോമ്പ് ആവശ്യമില്ല. ഫലോ യസിഹു വലൗ മുഅഖ്ഖതൻ ബിനിയ്യത്തി മുത്ലഖത്തിൻ കമാ യതമദഹു ഗൈറു വാഹിദിൻ. സുന്നത്തായ നോമ്പിൽ തഈന് എന്താവശ്യമില്ല, സുന്നത്തായ നോമ്പിൽ ആവശ്യമില്ല. സുന്നത്തായ നോമ്പില് ഞാനിത് തിങ്കളാഴ്ചയുടെ നോമ്പെന്നോ അല്ലെങ്കിൽ ഇന്ന നോമ്പ് എന്ന് തഈനാക്കിയിട്ടില്ലെങ്കിലും അവിടെ സ്വഹീഹാകും. പക്ഷെ നല്ലത് എപ്പോഴും തഈനാക്കിയിട്ട് തന്നെ വ്യക്തമായി പറയുന്നതാണ് നല്ലത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ചർച്ച കാണാം. ഇസ്തിറാത്ത് തഈനി ഫി റവാത്തിബി, അറഫ നോമ്പ് അതുപോലെയുള്ള നോമ്പുകൾക്ക് എന്തു വേണം? ഇന്ന നോമ്പാണ് എന്ന് പറയണം. അപ്പൊ ആ നോമ്പിന്റെ കൂടെ സമയം നിശ്ചയിക്കപ്പെട്ട അത്തരം പതിവായി വരുന്ന റവാത്തിബായ നോമ്പുകൾ, അറഫ നോമ്പ് പോലെയുള്ള നോമ്പുകൾ, ആ നോമ്പിന്റെ കൂടെ മറ്റൊരു നോമ്പിനെ കരുതരുത് എന്ന് പറയുന്നത് കാണാം. ഇവിടെ ഒരുപാട് ചർച്ചയുണ്ട്. അതിൽ പിന്നെ രണ്ടും ഒന്നിച്ചു കരുതിയാൽ നഷ്ടപ്പെടുമെന്ന് വരെ ചർച്ച ചെയ്യരുത് നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ചെറിയ രൂപം ഇവിടെ പറയാം. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ വിശദമായി അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷയം മാത്രമായിട്ട് ചർച്ച കൊണ്ടുവരുന്നതായിരിക്കും അവിടെ നിന്ന്. ഇതിൽ ഫതുഹുൽ മുഈന്റെ ഇബാറത്ത് തന്നെ കാണാം. ഫലാ യഹ്സുലു ഗൈറുഹാ മഅഹാ, മറ്റു നോമ്പ് ഈ നോമ്പിന്റെ കൂടെ ലഭ്യമല്ല. വൈന്നവ, ഒരാൾ കരുതിയാലും കിട്ടൂല എന്ന് മാത്രമല്ല, ബൽ മുഖ്തദൽ ഖിയാസി കമാ ഖാലൽ അസ്നവി അന്ന നിയ്യത്തുഹുമാ മുബ്തിലത്തുൻ, രണ്ടും ഒന്നിച്ച് കരുതിയാൽ അത് ബാത്തുലായി പോകും. മുഅഖ്ഖത്തായ സുന്നത്തു നോമ്പിനെ രണ്ടെണ്ണം ഒന്നിച്ച് കരുതിയാൽ അത് ബാത്തുലായി പോകും. ലുഹുറും ഒരേ നിസ്കാരം തന്നെ, ഇത് ലുഹുറുമാണ്, ലുഹുറിന്റെ സുന്നത്തുമാണ് എന്ന് കരുതിയാൽ അത് ബാത്തുലായി പോകുന്നത് പോലെ. അതുപോലെ സുന്നത്ത്, അസ്റിന്റെ സുന്നത്തും ലുഹുറിന്റെ സുന്നത്തും ഒന്നിച്ച് കരുതുക, അങ്ങനെ കരുതിയാൽ ബാത്തുലായി പോകും എന്ന് ചർച്ച കാണാം. ഫഅഖല്ലു നിയ്യത്തിൽ മുജ്സിയത്ത്, അവിടെ നിയ്യത്തിന്റെ റമദാൻ നോമ്പിന്റെ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ചുരുങ്ങിയ രൂപം എന്താണ്? നവൈത്തു സൗമ റമദാൻ, റമദാൻ നോമ്പ് കരുതുന്നു എന്ന് കരുതിയാൽ തന്നെ, കരുതി എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ആ നിയ്യത്തിന്റെ ചുരുങ്ങിയ രൂപമായി. ഇനി അവിടെ മറ്റു ചർച്ചകളൊക്കെ ഉണ്ട്. ചർച്ചകളെ വിശദമായി ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നില്ല. ഫിഖ്ഹാണ് നമ്മൾ, കർമ്മശാസ്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പൂർണ്ണമായ രൂപം അതിനുശേഷം നമുക്ക് പറയാം. ഒരാള് നാളത്തെ നോമ്പ് എന്ന് പറയണോ എന്ന് ഇടത്ത് ചർച്ച ചെയ്യുന്നു. അതിൽ എന്ത് നിർബന്ധമില്ല. കലാമുർ റൗദത്തി വൽ മിൻഹാജി വുജൂബുഹു ബിലാ വദിൻ കമാ ഖാല ശൈഖാൻ ലിഅന്ന ലഫ്ളൽ വദി ഇസ്തുഹിറ ഫി കലാമിഹിം ഫി തഫ്സീർ തഈനി വഹുവ ഫിൽ ഹഖീഖത്തി ലൈസ മിൻ ഹദ്ദി തഈൻ ഫലാ യജ്ബു തഅറദു ലഹു ബിഖുസൂസിഹി. നാളത്തെ നോമ്പ് എന്ന് പറയൽ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. എന്നാലും പൂർണ്ണമായി നമ്മൾ സാധാരണ തറാവീഹിന് ശേഷമൊക്കെ നിയത്ത് പതിവ് പുതുക്കാറുണ്ട്. അത് കേവലം നാവുകൊണ്ട് പറച്ചിലാകരുത്, മനസ്സുകൊണ്ട് കരുതലാണ് നിർബന്ധം. അത് തന്നെ പൂർണ്ണമാക്കൽ, ഈ പറഞ്ഞ പൂർണ്ണ രൂപമാകൽ സുന്നത്താണ്.
അത് പറയൽ അതും സുന്നത്താണ്. അതുകൊണ്ട് പറയുന്നതിൽ അതൊരു അനൗചിത്യമായി കാണേണ്ടതല്ല. പക്ഷെ പറയുന്ന സമയത്ത് മനസ്സിൽ കരുതുക എന്നത് നിർബന്ധമാണ്. വലിയക്ഫി ദുഖൂലുഹു ഫീ സൗമി ശഹ്രിൽ മൻബിയി ലിഹുസൂലി തഅയീനി ഹീനഇദിൻ ലക്കിൻ ഖളിയത്തു കലാമി ശൈഖിനാ കൽ മുസദ്ദദി വുജൂബുഹു വഅക്മലുഹ നിയത്തിന്റെ പൂർണ്ണമായ രൂപം നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ റമളാനിലെ അദാ ആയ ഫർളായ നാളത്തെ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോൽക്കുവാൻ കരുതി. അങ്ങനെ പറഞ്ഞാൽ അത് പൂർണ്ണമായ രൂപമായി. ഇമാം അദ്റായി റളിയല്ലാഹു അൻഹുവിന്റെ ചർച്ച ഫുതുഹുൽ മുഈനിൽ കാണാം. ലൗകാന അലൈഹി മിസ്ലുൽ അദാഇ ഖളാഇ റമളാന ഖബ്ലഹു. ഒരാള് ഈ റമളാനിൽ നോമ്പ് വെൽക്കുകയാണ്, കഴിഞ്ഞ റമളാനിലെ നോമ്പ് അയാൾക്ക് ഖളാ ഉണ്ട്, എന്നാൽ ലസിമഹു തഅർറുദു ലിൽ അദാഇ, അദാ ആയ നോമ്പ് എന്ന് പറയൽ അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഔ തഈനു സനത്തി, അല്ലെങ്കിൽ ഈ കൊല്ലത്തെ നോമ്പ് എന്ന് പറയൽ നിർബന്ധമാണ്. നിയ്യത്തിന്റെ ചർച്ച കഴിഞ്ഞു. ഇനി നമ്മള് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വയുഫ്തിറു ആമിദുൻ ലാ നാസിൻ ലിസ്സൗമി വഇൻ കസുറ മിൻഹു ലഹു ജിമാഇൻ വഅക്ലിൻ. മനഃപൂർവം ഒരാള് ജിമാഅ് ചെയ്താൽ, ലൈംഗികമായി ബന്ധപ്പെട്ടാൽ നോമ്പ് മുറിയും. എന്നാൽ മനഃപൂർവം വല്ലതും കഴിച്ചാൽ, ഉള്ളിലേക്ക് വല്ലതും കഴിച്ചാൽ നോമ്പ് മുറിയും. അത് മനഃപൂർവമാണ്. മറന്നുകൊണ്ട് ഒരാൾ നോമ്പ് വല്ലതും കഴിച്ചാൽ നോമ്പ് മുറിയുമോ? ഇല്ല. അറിഞ്ഞുകൊണ്ട് കഴിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ ഒരാൾക്ക് അറിയില്ലായിരുന്നു ഇത് നോമ്പ് മുറിയുന്ന കാര്യമാണ്, അയാളുടെ നോമ്പ് മുറിയോ? അങ്ങനെ ചെയ്താൽ ഇല്ല. ഇസ്ലാമിഹി, ഒരാള് ഇസ്ലാമിൽ അടുത്ത കാലത്ത് കടന്നു വന്നതാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അകലെ എവിടെയോ കഴിഞ്ഞ ഒരാളാണ്. അങ്ങനെ ഒരാള്, അറിയാത്ത ഒരാള് ഇത്തരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് മുറിയുമോ? ഇല്ല. മുഖ്താറുൻ, ഒരാള് സ്വയം ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോഴാണ് നോമ്പ് മുറിയുന്നത്. അതേസമയത്ത് ലാ മുക്റഹുൻ, ഏതൊരാള് ഒരു ശത്രു ഭീഷണിപ്പെടുത്തി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുമോ? ലം യഹ്സുൽ മിൻഹു ഖസ്ദുൻ, അയാള് ഈ ചെയ്യുന്ന ആള് ഒരിക്കലും അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുമില്ല, ഉദ്ദേശിക്കുന്നുമില്ല. വലാ ഫിക്രിൻ വലാ തലദ്ദുദിൻ, അയാള് ഇത് ചിന്തിച്ച് ഇത് ആസ്വദിച്ച് ചെയ്തതല്ല, മറിച്ച് നിർബന്ധിതനായി ഭയപ്പെട്ട് ചെയ്തതാണ്. അങ്ങനെ ചെയ്യുന്നിടത്ത് നോമ്പ് മുറിയുകയില്ല. ബിജിമാഇൻ വലം യുൻസിൽ, ജിമാ കൊണ്ട് നോമ്പ് മുറിയും. അത് മനീയ പുറപ്പെട്ടിട്ടില്ലെങ്കിലും, അവൻ ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ലെങ്കിലും ജിമാ കൊണ്ട് നോമ്പ് മുറിയും. അതുപോലെ ഒരാള് മുഷ്ടിമൈഥുനം ചെയ്താൽ, അതായത് ശരീരത്തിൽ നിന്ന് മനിയെ പുറപ്പെടുവിച്ചാൽ നോമ്പ് മുറിയും. ഇത് കൈകൊണ്ടോ മറ്റു രീതിയിലോ ചെയ്താലും നോമ്പ് മുറിയും. അങ്ങനെ പുറപ്പെടുവിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു, പിന്നെ ഭാര്യയെ സ്പർശിച്ചു, അല്ലെങ്കിൽ ഭാര്യയെ മറയോടുകൂടെ ആലിംഗനം ചെയ്തു, അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോ ഇൻസാൽ ഉണ്ടായി, അതായത് മനി പുറപ്പെട്ടു. അങ്ങനെ ആയാൽ നോമ്പ് മുറിയുമോ? അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അത്തരം സംഗതികൾ പരിശുദ്ധ റമദാനിന്റെ മഹത്വം പരിഗണിച്ച് സൂക്ഷിക്കണം. മനുഷ്യന് അവന്റെ അപാകതകൾ വന്നു പോകാൻ സാധ്യത ഉള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളും സമീപനങ്ങളും പരിശുദ്ധ റമദാനിൽ ഇല്ലാതിരിക്കണം. പരമാവധി അത് സൂക്ഷിക്കണം. ഇനി പിന്നെ ശരീരം സ്പർശിക്കാതെ ഉള്ള സ്പർശിക്കാതെയുള്ള ആലിംഗനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, ചുംബിക്കുകയോ ആലിംഗനം പോലെയുള്ള സംഗതികൾ ചെയ്താൽ അതിന്റെ പേരിൽ നോമ്പ് മുറിയുകയില്ല. എന്നാൽ ഇതുപോലെ തന്നെയാണ് ഒരാൾ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയുകയില്ല. ഇതുപോലെ തന്നെയാണ് നോമ്പ് മുറിയാത്തതിൽപ്പെട്ടതാണ് ഒരാൾ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ ഇത് സംഭവിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹറാമായ തരത്തിലുള്ള നോട്ടങ്ങൾ, ഹറാമായ തരത്തിലുള്ള ഇത്തരം ചിന്തകൾ, നിഷിദ്ധമായ ചിന്തകൾ, ഇത് പരിശുദ്ധ റമദാനിൽ
പ്രത്യേകം ഗൗരവത്തോടുകൂടെ കാണുകയും പ്രത്യേകം സൂക്ഷിക്കുകയും അതിന്റെ അവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യണം. എന്നാൽ ഇവിടെ മറ്റൊരു വിഷയമാണ് ശരീരത്തിൽ മദീ എന്ന് പറയാറുള്ള അല്ലെങ്കിൽ വദീ എന്ന് പറയാറുള്ള മനി അല്ലാത്ത മൂത്രത്തെക്കാൾ അല്പം കട്ടിയുള്ള ദ്രാവകം. ഇത് പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല. പക്ഷെ മാലിക്കി മദ്ഹബിൽ നോമ്പ് മുറിയും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ അനുസരിച്ച് മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഒരു ദിവസം നോമ്പ് മുറിയുന്ന സമയത്ത്, നോമ്പ് നിൽക്കുന്ന പൂർത്തീകരിക്കുന്ന ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഇനി നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ് ഇസ്തിഖാഅത്ത്, ഉണ്ടാക്കി ഛർദിക്കുക. ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും. ആവശ്യമില്ലാതെ ഒരാൾ ഉണ്ടാക്കി ഛർദിച്ചു, കൈയിട്ടിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഉണ്ടാക്കി ഒരാൾ ഛർദിച്ചാൽ, ഇപ്പൊ ബ്രഷ് കൊണ്ടൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും. അല്ലാതെ ഛർദിച്ചാൽ നോമ്പ് മുറിയില്ല, ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും. അതിൽ നിന്നും ഒന്നും ഉള്ളിലേക്ക് തിരിച്ചങ്ങ് പോയിട്ടില്ലെങ്കിലും നോമ്പ് മുറിയും. അത് എന്ത് ചെയ്യുന്നു? നോമ്പ് മുറിയുന്ന കാര്യമാണ് ഉണ്ടാക്കി ഛർദിച്ചാൽ. എന്നാൽ ഒരാൾക്ക് ഛർദി ഉണ്ടായി, അങ്ങനെ ഛർദി ഉണ്ടായാൽ നോമ്പ് മുറിയോ? ഇല്ല. അതായത് ഉണ്ടാക്കി ഛർദിച്ചാലാണ് നോമ്പ് മുറിയ, അല്ലാതെ ഒരാൾക്ക് സ്വയമേവ ഛർദി ഉണ്ടായാൽ അതുകൊണ്ട് നോമ്പ് മുറിയുക. അതേസമയത്ത് ഛർദി ഉണ്ടായിട്ട് വല്ലതും പിന്നീട് അതിൽ നിന്ന് അങ്ങോട്ട് ഇറക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അതുപോലെ ഛർദി നജസ്സാണ്. ഈ നജസ് ഉണ്ടായാൽ വായി കഴുകണം. അങ്ങനെ കഴുകൽ നിർബന്ധമാണ്. അങ്ങനെ കഴുകാതെ ഈ വായില് ഈ ഛർദിയുമായി ബന്ധപ്പെട്ട നജസുമായി ബന്ധപ്പെട്ട ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരാള് അങ്ങനെ ഛർദി സ്വയം ഉണ്ടായി, ആ ഛർദിച്ചു പോവുകയും ചെയ്തു. അതേസമയം അയാളുടെ കൺട്രോൾ ഇല്ലാതെ അതിൽ നിന്നൊരു ഭാഗം തിരിച്ചറിങ്ങിപ്പോയാൽ നോമ്പ് മുറിയുമോ? അങ്ങനെ ആയാൽ നോമ്പ് മുറിയുകയില്ല. ഇനി ഇതുപോലെ ഒന്നാണ്, ഒരാള് ഇപ്പോ കഫം വലിച്ചെടുത്തു, അത് ഉണ്ടാക്കി ഛർദിക്കലാണോ? ഇല്ല. അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതായത് അത് മേലെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വന്നതാണെങ്കിലും, ഇനി അതല്ല പിന്നെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് മേലോട്ട് വന്നതാണെങ്കിലും, അഥവാ തലച്ചോറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെങ്കിലും, ഇവിടുന്ന് താഴ്ന്ന് നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മേലോട്ട് വന്നതാണെങ്കിലും അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇനി ഒരാൾ തുപ്പിക്കളയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കഫം ഇറക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. ഒരാൾ തുപ്പിക്കളയാൻ കഴിയുന്ന ഒരു സമയത്ത് പുറത്തേക്ക് വന്ന ഒരു കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും. ഈ പുറത്തേക്ക് എന്ന് പറയുന്ന ഹദ്ദുൽ ലാഹിർ എവിടെയാണ് പരിഗണിക്കാന്നറിയോ? ഹാഇന്റെ മഖ്റജ്. ഹ എന്ന് പറയുന്ന സമയത്ത് കഫം പുറത്തേക്ക് വരുന്നതാണെങ്കിൽ അത് ലാഹിറാണ്, അവിടെ നിന്ന് പിന്നെ ഇറക്കാൻ പാടില്ല. അതിന്റെ അപ്പുറമുള്ളതാണെങ്കിൽ അത് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയും ഇല്ല. ഇനി ഇവിടെ ഒരു ചർച്ച നടക്കുന്ന ഒരു മാറ്ററാണ്, ഒരു ഈച്ച എന്ത് ചെയ്തു? ഉള്ളിലേക്ക് കടന്നുപോയി. അത് സ്വയം കടന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. വല്ലതും നമ്മളിപ്പോ കഴിച്ചാൽ നോമ്പ് മുറിയെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയും. പക്ഷെ പോയ ഈച്ചയെ നമ്മൾ ഒരാൾ എന്ത് ചെയ്തു? പുറത്തെടുത്തു. പക്ഷെ അങ്ങനെ പുറത്തെടുക്കുന്നത് ഇസ്തിഖാഅത്തിന്റെ ഭാഗമാണ്, ഉണ്ടാക്കി ഛർദിക്കുന്നതിന്റെ വകുപ്പിലാണ് ഇത്. അവിടെ നോമ്പ് മുറിയും. അങ്ങനെ നോമ്പ് മുറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അയാൾ അന്ന് നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങൾ പിന്നീട് ഭക്ഷണം കഴിക്കുകയോ മറ്റൊന്നും ചെയ്യരുത്. ഇംസാക്ക് നിർബന്ധമാണ്. ഈ ഇംസാക്ക് നോമ്പാണോ? അല്ല. നോമ്പ് പിന്നെ ഖളാ വീട്ടണം. അപ്പൊ അതൊരു പ്രയാസമല്ലേ? പ്രതിഫലം ഇല്ലാതെ അല്ല. ഇംസാക്ക് ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ടാകും. അഥവാ ഇന്നിപ്പോ എനിക്ക് നോമ്പില്ല, ആ നോമ്പില്ലാത്ത പശ്ചാത്തലത്തിൽ നോമ്പ് മുറിയുന്ന കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. അത് റമദാനിനോട് ബഹുമാനിക്കലാണ്. ആ ബഹുമാനിച്ചുകൊണ്ട് ആ സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് പ്രതിഫലം ഉണ്ടാകും. പക്ഷെ നോമ്പ് വേറെ ഖളാ വീട്ടണം. ഇനി ഒരു ഈച്ച ഉള്ളിലേക്ക് പോയാൽ അതിനെ പുറത്തെടുത്താൽ നോമ്പ് മുറിയും. അപ്പൊ പുറത്തെടുക്കൽ തെറ്റാണോ? അല്ല. അത് അവന്റെ ആരോഗ്യത്തിന്റെ ആവശ്യമായ ഭാഗമായിട്ട് അത് പുറത്തെടുക്കുന്നത് അവൻ അനുവദനീയമാണ്. അവൻ പിന്നീട് ഖളാ വീട്ടണം എന്നേ ഉള്ളൂ. ഇത് ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ ഫത്വയിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഫത്വൽ മുഈനിലെ ഭാഗമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് വിശദമായി ധാരാളം ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിലെ ആവശ്യമുള്ള ഭാഗങ്ങൾ കുറേശ്ശെയായിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലെ ചെറിയ ഒരു ഭാഗവും കൂടെ ഇവിടെ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏകദേശം 10 പേജോളമുള്ള ഭാഗങ്ങൾ, മാറ്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ 3 പേജാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിലെ ചെറിയൊരു ഭാഗവും കൂടെ പറയാനുള്ളത്, അയിന് വല്ലതും, അതായത് പിന്നെ ഒരു തടി, വെള്ളമായാലും ശരി, അല്ലാത്ത ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അങ്ങനത്തെ എന്തൊരു സാധനം ഉള്ളിലേക്ക് പ്രവേശിക്കുക, അതായത് ഉള്ളു എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് കടക്കുക. ഏതൊക്കെയാണ് തുറക്കപ്പെട്ടതാണ്? ചെവി, അതുപോലെ പിന്നെ സാധാരണ വിസർജിക്കാറുള്ള അവയവങ്ങൾ, അത്തരം ഭാഗങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ, വായി, അതുപോലെ ചെവി, മൂക്ക്, ഇത്തരം അവയവങ്ങളിലൂടെ ഉള്ളിലേക്ക്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഇത്തരം അയിന്, വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഇത്തരം സാധനങ്ങൾ ഉള്ളിലേക്ക് എത്തുന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. ഇവിടെ വിസർജിച്ച് ശുദ്ധീകരണമൊക്കെ നടത്തുന്ന സമയത്ത് ഇരുന്നാൽ വെളിവാകുന്ന ആ അളവ്, അതിനപ്പുറത്തേക്ക് വിരലോ മറ്റോ പോയാൽ അത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ മഹാന്മാരുടെയൊക്കെ പല ചർച്ചകളും കാണാം. അത്തരം സംഗതികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം എന്ന് ചർച്ചകൾ കാണാം. പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിച്ചത് കാണാം. ഈ വിഷയ സംബന്ധമായി സംശയമുള്ളവര്, നമ്മുടെ ഓൺലൈൻ ദർസിന്റെ ഒക്കെ ഭാഗമായിട്ട് കേൾക്കുന്നവര് നമ്മുടെ ഗ്രൂപ്പിലോ മറ്റോ ചർച്ചകൾ കൊണ്ടുപോയി സംശയങ്ങൾ ചോദിച്ചാൽ, അതുപോലെ കമന്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിച്ചാൽ കഴിയുന്നതും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചർച്ച കാണാം. അൽ ഇഹ്തിയാത്തു അൻ യതഗവ്വത ബിൽ ലൈലി, രാത്രിയിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ കഴിയുന്നതും പ്രത്യേകം ബോധപൂർവം ചെയ്യല് സൂക്ഷ്മതയാണ്. അത് സുന്നത്ത്, അത് മുറാദുഹു അന്ന ഇഖാഅഹു ഫീഹി ഖൈറു മിൻഹു ഫിന്നഹാർ, പകല് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉത്തമമാണ് രാത്രിയിൽ ഇത്തരം പ്രാഥമിക വിഷയങ്ങൾ ചെയ്തു തീർക്കുക. പകല് ചെയ്യാൻ പാടില്ല എന്നല്ല, കാരണം പകല് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ശുദ്ധീകരണത്തിന്റെയോ മറ്റൊക്കെ ഭാഗമായിട്ട് പിന്നെ കൈവിരല് ഇത്തരം ദ്വാരങ്ങളുടെ ഉള്ളിലേക്കായി പോകുന്ന അവസ്ഥ, അത്തരം സംഗതികളൊക്കെ ഉണ്ടായിത്തീരാൻ അവസരം ഇല്ലാതാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം പകൽ ആവശ്യമുള്ളവൻ രാത്രിയിലേക്ക് നീട്ടിവെക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഒരിക്കലും ശരീരത്തിന് അപകടമുള്ള ഒരു സംഗതിയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒന്നാണ്, ചിലർക്ക് ബാസൂറിന്റെ പ്രയാസമുള്ളവർ, മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. അത് പിന്നെ ഈ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പോകുന്നതിന്റെ പേരിൽ അതിനി സ്വന്തം വിരലുകൊണ്ട് ഉള്ളിലാക്കിയാൽ, കാരണം അത് പുറത്തായാൽ ഇരിക്കാൻ കഴിയില്ല, മറ്റു കാര്യങ്ങൾക്ക് പ്രയാസമായതുകൊണ്ട് ഉള്ളിലാകണം. ഉള്ളിലാക്കേണ്ടി വന്നാൽ അതുകൊണ്ട് പ്രയാസമുണ്ടോ? അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അത് വിരലുകൊണ്ട് ഉള്ളിലേക്ക് ആക്കേണ്ടി വന്നു എന്നാലും അവിടെ നോമ്പ് മുറിയുകയില്ല. കാരണം അതൊരു മുൽത്തറായ, നിർബന്ധിതനായ ഒരു വിഷയമാണ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ വിഷയങ്ങൾ ചർച്ചകളിലൂടെ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാപ്പി സോണിന്റെ റമദാനിലെ ഒരു പ്രൊജക്റ്റാണ്. പ്രധാനപ്പെട്ട 2 പഠനങ്ങൾ പ്രത്യേകിച്ചും, അല്ലാത്ത ഒരുപാട് പഠനങ്ങൾ വേറെ വേറെ തന്നെ വരുന്നുണ്ട്. അതേസമയത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥിരമായിട്ടുള്ള 2 പഠന ക്ലാസ്സുകൾ, രാവിലെ 6:30 മണിക്ക് ഇഹ്യാ ഉലൂമുദ്ദീൻ, അതുപോലെ ഉച്ചക്ക് 1:30 മണിക്ക് എല്ലാ ദിവസവും ഒരു പഠന ക്ലാസ്. ഇത് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ചാനലിൽ ലഭിക്കും. കാണുകയും അതുപോലെ അത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ധാരാളം മഹത്വം ലഭിക്കുന്ന സൽക്കർമ്മമാണ് ഇൽമിന്റെ ഒരു സദസ്സ്, ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ, ആ നീയത്തോടു കൂടെ ആകുമ്പോൾ
അത് വലിയ പുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എപ്പോഴും നല്ലത് ചിന്തിച്ച് നല്ല സന്തോഷത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, ആഫിയത്തോടെ ജീവിച്ച് അവസാനം നല്ല സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, നോമ്പ് കൊണ്ടും ഖുർആൻ കൊണ്ടും ഒക്കെ ഉപകാരപ്പെടുന്ന, റമദാനിന്റെയും ഖുർആന്റെയും ഒക്കെ ശുപാർശ ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാപ്പി സോണിന്റെ വിവിധങ്ങളായ ഒരുപാട് പഠനങ്ങളായും മനഃശാസ്ത്ര പഠനങ്ങളായും പരിശീലനങ്ങളായും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഹാപ്പി സോണിന്റെ സെന്ററുകളിലും ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യാനുസരണം അതിന്റെ ഈ ലിങ്കും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്ന അഡ്മിന്മാരും അതിന്റെ പ്രചാരകരുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സന്തോഷ ലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.